മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് മറ്റൊരു ക്ലാസ്സിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് സെമസ്റ്റർ 4 ഇയർ UG പ്രോഗ്രാമിലെ മോഡൽ ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് മോഡൽ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ മാർക്കറ്റിംഗ് സ്റ്റേജ് ദ ബിസിനസ് ഡിസിഷൻസ് ആർ പ്രൈമർലി ഗവേൺഡ് ബൈ. ദെൻ മാർക്കറ്റിങ്ങിനകത്ത് ബിസിനസ് ഡിസിഷൻ എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? പ്രൈമർലി ഗവേൺഡ് ബൈ ഓപ്ഷൻ എ ദ പ്രൊഡക്ഷൻ കോസ്റ്റ്, ഓപ്ഷൻ ബി നീഡ്സ് ആൻഡ് വാണ്ട്സ് ഓഫ് കൺസ്യൂമർ, ഓപ്ഷൻ സി കോമ്പറ്റീറ്റർ പ്രൈസിംഗ് സ്ട്രാറ്റജി, ഓപ്ഷൻ ഡി ഹിസ്റ്റോറിക്കൽ മാർക്കറ്റിംഗ് പ്രാക്ടീസസ്. സോ അപ്പോൾ പ്രോഡക്റ്റ് കോസ്റ്റിനെ ബേസ് ചെയ്താണോ മോഡേൺ മാർക്കറ്റിങ്ങിൽ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സ്റ്റേജിൽ ബിസിനസ് ഡിസിഷൻ എടുക്കുന്നത്, അതോ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സിനെയും വാണ്ട്സിനെയും ബേസ് ചെയ്തുകൊണ്ടാണോ, അതോ കോമ്പറ്റീറ്ററുടെ പ്രൈസിംഗ് സ്ട്രാറ്റജിയെ ഫോക്കസ് ചെയ്തുകൊണ്ടാണോ, അതോ നമ്മുടെ ഹിസ്റ്റോറിക്കൽ മാർക്കറ്റിംഗ് പ്രാക്ടീസ്, അതായത് നമ്മുടെ പാസ്റ്റ് മാർക്കറ്റിംഗ് പ്രാക്ടീസിനെ ബേസ് ചെയ്തുകൊണ്ടാണെന്നുള്ളതാണ് ക്വസ്റ്റിനകത്ത് ചോദിച്ചിരിക്കുന്നത്. സോ സിമ്പിളാണ്. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ദ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഓഫ് എ കൺസ്യൂമർ. കൺസ്യൂമറുടെ നീഡ്സിനെയും വാണ്ട്സിനെയും ബേസ് ചെയ്തുകൊണ്ടാണ് എല്ലാ ഡിസിഷൻസും മാർക്കറ്റിംഗ് സ്റ്റേജിൽ എടുക്കുന്നത്. കാരണം മാർക്കറ്റിങ്ങിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ കസ്റ്റമർ ഈസ് ദ കിങ്, കസ്റ്റമറാണ് കിങ്. അതുകൊണ്ട് തന്നെ നമ്മളെന്താണ് ടു ഐഡൻറ്റിഫൈ ദ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഓഫ് എ കൺസ്യൂമർ. കൺസ്യൂമറുടെ നീഡ്സ് ആൻഡ് വാണ്ട്സിനെ നമ്മൾ ആദ്യമേ ഐഡൻറ്റിഫൈ ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ടു സാറ്റിസ്ഫൈ ദ നീഡ്സ് ആൻഡ് വാണ്ട്സ് ഓഫ് എ കൺസ്യൂമർ. ദെൻ എന്താണ് ടു ഐഡൻറ്റിഫൈ ദ ചേഞ്ചിങ് നീഡ്സ് ആൻഡ് വാണ്ട്സ് ഓഫ് എ കൺസ്യൂമർ. ദെൻ ടു സാറ്റിസ്ഫൈ ദ ചേഞ്ചിങ് നീഡ്സ് ആൻഡ് വാണ്ട്സ് ഓഫ് എ കൺസ്യൂമർ. അപ്പോൾ എല്ലാത്തിലും എന്താണ് ഫോക്കസ് ചെയ്യുന്ന കൺസ്യൂമറുടെ നീഡ്സിനെയും വാണ്ട്സിനെയും ആണ്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, which of the following best describe how social changes can affect consumer behavior? കൺസ്യൂമർ ബിഹേവിയറിനെ എങ്ങനെയാണ് സോഷ്യൽ ചേഞ്ചസ് അഫക്റ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഓപ്ഷൻ എ, ദേ ലീഡ് ടു സ്റ്റാറ്റിക് ബൈയിങ് ഹാബിറ്റ്. ദെൻ സോഷ്യൽ ചേഞ്ചസ് ഉണ്ടാകുന്നത് നമ്മുടെ ഒരു സ്റ്റാറ്റിക് ബൈയിങ് ഹാബിറ്റിലോട്ട് നമ്മളെ ലീഡ് ചെയ്യുമെന്ന് പറയുന്നു. ഓപ്ഷൻ ബി പറയുന്നു ദേ ക്യാൻ ഷിഫ്റ്റ് പ്രിഫറൻസ് ആൻഡ് നീഡ്സ് ഓവർ ടൈം. ദെൻ നമ്മുടെ പ്രിഫറൻസിനെ അല്ലെ നമ്മുടെ നീഡ്സിനെ ദെൻ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. സോഷ്യലി ഉണ്ടാകുന്ന അല്ലെ സോഷ്യൽ ചേഞ്ചസ് നമ്മുടെ നീഡ്സ് ആൻഡ് വാണ്ട്സിനെയും ചേഞ്ചസ് ഉണ്ടാക്കുന്നു, ഷിഫ്റ്റ് ചെയ്യിക്കുന്നു എന്ന് പറയുന്നു. ഓപ്ഷൻ സി പറയുന്നു ദേ ഓൺലി ഇൻഫ്ലുവൻസ് ലക്ഷറി ഗുഡ്സ്. സോഷ്യൽ ചേഞ്ചസ് ലക്ഷറി ഗുഡ്സിനെ മാത്രമേ ഇൻഫ്ലുവൻസ് ചെയ്യത്തുള്ളൂ. ഓപ്ഷൻ സിയിൽ പറയുമ്പോൾ ഓപ്ഷൻ ഡി ദേ ഹാവ് നോ സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്റ്റ്. സോഷ്യലി എന്ത് ചേഞ്ചസ് ഉണ്ടായാലും അത് കൺസ്യൂമർ ബിഹേവിയറിൽ യാതൊരു വിധത്തിലുള്ള ഇമ്പാക്റ്റും ഉണ്ടാക്കുന്നില്ല എന്ന് ഓപ്ഷൻ ഡി പറയുന്നു. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ദേ ക്യാൻ ഷിഫ്റ്റ് പ്രിഫറൻസസ് ആൻഡ് നീഡ്സ് ഓവർ ടൈം. സോഷ്യൽ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സും അവരുടെ പ്രിഫറൻസും വാണ്ട്സും തീർച്ചയായിട്ടും ഷിഫ്റ്റ് ഉണ്ടാകും, ചേഞ്ച് ഉണ്ടാകും. എല്ലാ മാർക്കറ്ററും എന്താണ് അതിനെ അഡ്രസ്സ് ചെയ്യുകയും നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ പോലെ എന്താണ് ടു ഐഡൻറ്റിഫൈ ദ ചേഞ്ചിങ് നീഡ്സ് ആൻഡ് വാണ്ട്സ് ഓഫ് എ കൺസ്യൂമർ ആൻഡ് ടു സാറ്റിസ്ഫൈ ദ ചേഞ്ചിങ് നീഡ്സ് ആൻഡ് വാണ്ട്സ് ഓഫ് എ കൺസ്യൂമർ. ഇപ്പോൾ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസുകൾ തീർച്ചയായിട്ടും കൺസ്യൂമേഴ്സിൻ്റെ ബിഹേവിയറിൽ അഫക്റ്റ് ചെയ്യും. ആ അഫക്റ്റ് ചെയ്യുന്നതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, how does marketing 5.0 differ from marketing 4.0? So option A പറയുന്നു മാർക്കറ്റിംഗ് 5.0 ഫോക്കസ് എക്സ്ക്ലൂസീവ്ലി ഓൺ പ്രിന്റ് മീഡിയ. ദെൻ മാർക്കറ്റിംഗ് 5.0 എന്ന് പറയുന്നത് പ്രിന്റ് മീഡിയയാണ് ഫോക്കസ് ചെയ്യുന്നത്. ദെൻ ബി പറയുന്നു മാർക്കറ്റിംഗ് 5.0 സ്ട്രാറ്റജി ഇൻ്റഗ്രേറ്റ് ടെക്നോളജീസ് ലൈക്ക് AI ടു ക്രിയേറ്റ് എ പേഴ്സണലൈസ്ഡ് കസ്റ്റമർ എക്സ്പീരിയൻസ്. അല്ലേ, അപ്പം മാർക്കറ്റിംഗ് 5.0 ഇൻറ്റിഗ്രേറ്റ് ടെക്നോളജിയാണ്. അത് AI പോലെയുള്ള ദെൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലെയുള്ള ടൂൾസുകൾ യൂസ് ചെയ്തുകൊണ്ട് കസ്റ്റമേഴ്സിന് ഒരു പേഴ്സണലൈസ്ഡ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓപ്ഷൻ സി പറയുന്നു മാർക്കറ്റിംഗ് 5.0 ലിമിറ്റ് കസ്റ്റമർ ഇൻറ്ററാക്ഷൻ ടു ഡിജിറ്റൽ ചാനൽ. ഡിജിറ്റൽ ചാനലുമായിട്ടുള്ള കൺസ്യൂമേഴ്സിൻ്റെ ഇൻറ്ററാക്ഷൻ എന്താണ് ലിമിറ്റ് ചെയ്യാൻ മാർക്കറ്റിംഗ് 5.0 ദെൻ ചെയ്യുന്നു. ദെൻ മാർക്കറ്റിംഗ് 5.0 എംഫസൈസ് ദ ട്രഡീഷണൽ മാർക്കറ്റിംഗ് പ്രാക്ടീസസ്. നമ്മുടെ ട്രഡീഷണൽ മാർക്കറ്റിംഗ് പ്രാക്ടീസസിനെ എംഫസൈസ് ചെയ്യുകയാണ് ദെൻ 5.0 മാർക്കറ്റിംഗ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അപ്പോൾ എങ്ങനെയാണ് 4.0യിൽ നിന്ന് അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിൻ്റെ 4ാമത്തെ സ്റ്റേജിൽ നിന്ന് 5ാമത്തെ സ്റ്റേജിലോട്ട് നമ്മൾ എത്തിയപ്പോൾ സംഭവിച്ച വ്യത്യാസമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, മാർക്കറ്റിംഗ് 5.0 ഇൻ്റഗ്രേറ്റ് ടെക്നോളജി ലൈക്ക് AI ടു ക്രിയേറ്റ് എ പേഴ്സണലൈസ്ഡ് കസ്റ്റമർ
കൺസ്യൂമർ എക്സ്പീരിയൻസ്. സോ അപ്പോൾ ടെക്നോളജി നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലോട്ട് കടന്നിരുന്നു, അല്ലെങ്കിൽ ഡിജിറ്റലായിട്ടുള്ള മാർക്കറ്റിംഗ് ധാരാളം നമ്മളെന്താണ് ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. ദെൻ അതിൻ്റെ ഒരു ചുവടൂടെ നമ്മൾ മുന്നിലോട്ട് പോയി മാർക്കറ്റിംഗ് 5.0 വന്നപ്പോഴത്തേക്ക് അവിടെ എന്താണ് AI ടൂളുകൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തുകൊണ്ട് കസ്റ്റമേഴ്സിന് ഒരു പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിലോട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് 4.0 നിന്ന് 5.0 വരുമ്പോൾ ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫറൻസ്. ടെക്നോളജി ഇൻ്റഗ്രേഷൻ തന്നെയാണ് അതിനകത്ത് AI നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദെൻ next one, consider the following statement and choose the most appropriate answer. Statement 1 പറയുന്നു, the principle behind guerrilla marketing is investing money instead of energy. പണം ധാരാളമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്, നമ്മുടെ എനർജിയേക്കാൾ കൂടുതൽ ഫിനാൻസ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് ഗറില്ല മാർക്കറ്റിംഗ് എന്നുള്ളതാണ് സ്റ്റേറ്റ്മെൻറ്റ് 1 പറയുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് 2 പറയുന്നു, ഗറില്ല മാർക്കറ്റിംഗ് ഇസ് എ ഗ്രേറ്റ് ടൂൾ ഫോർ സ്മോൾ ബിസിനസ് ലുക്കിംഗ് ടു മേക്ക് എ ബിഗ് ഇമ്പാക്റ്റ്. ചെറിയ സ്ഥാപനങ്ങൾക്ക് വലിയ ഫിനാൻസ് മുടക്കാൻ സാധ്യതയില്ലാത്ത അല്ലെങ്കിൽ സാധിക്കാത്ത ചെറിയ ബിസിനസ്സുകൾക്ക് മാർക്കറ്റിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്, മാർക്കറ്റിംഗ് ടൂളാണ് ഗറില്ല മാർക്കറ്റിംഗ് എന്ന് സ്റ്റേറ്റ്മെൻറ്റ് 2 പറയുന്നു. ദെൻ ഓപ്ഷൻ എയിൽ ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ട്രൂ. ഓപ്ഷൻ ബി സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ട്രൂ ആൻഡ് ദ സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ഫോൾസ്. ഓപ്ഷൻ സിയിൽ പറയുന്നു ദെൻ സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഫോൾസ് ആൻഡ് ദ സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ട്രൂ. ദെൻ ഓപ്ഷൻ ഡിയിൽ പറയുന്നു ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഫോൾസ്. ഏതായിരിക്കാം റൈറ്റ് ആൻസർ? ഗറില്ല മാർക്കറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ദെൻ ഇന്നത്തെ ആൻസർ എന്താ നമുക്ക് നോക്കാം. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, സ്റ്റേറ്റ്മെൻറ്റ് 1 ഈസ് ഫോൾസ് ആൻഡ് ദ സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ട്രൂ. അല്ലേ, ഗറില്ല മാർക്കറ്റിങ്ങിനകത്ത് നമുക്കറിയാം ദെൻ ഇൻവെസ്റ്റിംഗ് ലെസ് എമൗണ്ട് ഓഫ് മണി അല്ലേ, അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. കുറഞ്ഞ പൈസ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ക്രിയേറ്റിവിറ്റി യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു വലിയ ഇമ്പാക്റ്റ് മാർക്കറ്റിൽ സൃഷ്ടിക്കുന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് ഗറില്ല മാർക്കറ്റിംഗ് എന്ന് പഠിച്ചത്. അപ്പം സ്റ്റേറ്റ്മെൻറ്റ് 1 തെറ്റാണ്. ദെൻ അതേസമയം സ്റ്റേറ്റ്മെൻറ്റ് 2 എന്താണ്, ശരിയാണ്. ചെറിയ ബിസിനസ്സുകാർക്ക് അല്ലെങ്കിൽ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് മുടക്കാൻ കഴിവില്ലാത്ത ബിസിനസ്സുകാർക്ക് മാർക്കറ്റിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്ന ഒരു ടൂളാണ് ഗറില്ല മാർക്കറ്റിംഗ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. The next one is, what is the role of market segmentation in product development? പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ്റെ STP പ്രോസസ്സിലെ സെഗ്മെൻറ്റേഷൻ്റെ ആവശ്യകത അല്ലെങ്കിൽ റോള് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പറയുന്നു, ഇറ്റ് മേക്ക് ദ പ്രോസസ് ഓഫ് ഡെവലപ്പിംഗ് ന്യൂ പ്രോഡക്റ്റ് മോർ ഡിഫിക്കൽട്ട്. അല്ലെ, പുതിയ പ്രോഡക്റ്റുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതിനകത്ത് അല്ല അതിൻ്റെ പ്രോസസ്സിൽ വലിയൊരു ഡിഫിക്കൽറ്റി ഉണ്ടാക്കാനായിട്ട് സെഗ്മെൻറ്റേഷൻ വഴി സംഭവിക്കുന്നു, അല്ലെ സെഗ്മെൻറ്റേഷൻ ആ റോള് വഹിക്കുന്നതാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നു, ഇറ്റ് ഗ്യാരണ്ടീസ് ദാറ്റ് ഓൾ പ്രോഡക്റ്റ് ആർ ദ സെയിം ഫോർ എവറി കസ്റ്റമേഴ്സ്. സെഗ്മെൻറ്റേഷൻ നടത്തുന്നതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രോഡക്റ്റുകളും സെയിം പ്രോഡക്റ്റ് ആണ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് എന്നുള്ളത് ഗ്യാരണ്ടി ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്ന് പറയുന്നു. ഓപ്ഷൻ സി പറയുന്നു, ഇറ്റ് എലിമിനേറ്റ് ദ റിക്വയർമെൻറ്റ് ഓഫ് കൺസ്യൂമർ ഫീഡ്ബാക്ക്. കൺസ്യൂമർ ഫീഡ്ബാക്ക് നമുക്കെന്താണ് ഒഴിവാക്കാനായിട്ട് സാധിക്കുമെന്ന് പറയുന്നു. ദെൻ ഓപ്ഷൻ ഡി പറയുന്നു, ഇറ്റ് എനേബിൾസ് ദ ഫെയിം ടു ക്രിയേറ്റ് പ്രോഡക്റ്റ് ദാറ്റ് ആർ ടൈലർഡ് ടു സ്പെസിഫിക് കസ്റ്റമർ റിക്വയർമെൻറ്റ്സ്. സോ അടുത്തെന്താ പറയുന്നത്, കസ്റ്റമറുടെ റിക്വയർമെൻറ്റ്സ് സ്പെസിഫിക് റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് അവർക്ക് ടൈലർ മെയ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ കൊടുക്കാൻ, അതായത് അവരുടെ നീഡ്സിനെയും വാണ്ട്സിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന, അവരുടെ ടേസ്റ്റിനെയും പ്രിഫറൻസിനെയും എന്നാണ് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ടൈലർ മെയ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ നമുക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് ഇൻ ദ സ്റ്റേജ് ഓഫ് പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ്. സോ എന്തായിരിക്കും റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്? മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്താണെന്നൊക്കെ നമുക്കറിയാം. ദ ഡിവൈഡിങ് ദ ഹെട്രോജീനിയസ് മാർക്കറ്റ് ഇൻ ടു എ ഹോമോജീനിയസ് മാർക്കറ്റ്. വൈവിധ്യമായ മാർക്കറ്റിനെ ഡിവൈഡ് ചെയ്തിട്ട് ഒരേ സ്വഭാവ സവിശേഷതകളുള്ള കൂട്ടമാക്കി നമ്മൾ മാറ്റിയെടുക്കുന്നതിനാണ് സെഗ്മെൻറ്റേഷൻ നമ്മൾ വിളിച്ചത്. അല്ലെങ്കിൽ ഗ്രൂപ്പിംഗ് ഓഫ് കസ്റ്റമേഴ്സ് അക്കോർഡിംഗ് ടു സെർട്ടൈൻ ക്യാരക്ടറിസ്റ്റിക്സ് സച്ച് ആസ് ഏജ്, ഇൻകം, ലൈഫ് സ്റ്റൈല്, യൂസേജ് സ്റ്റാറ്റസ്, ദെൻ റേസ് എക്സെട്ര. ഇങ്ങനെ പല കാറ്റഗറികളായിട്ട് നമുക്ക് അവരുടെ ടേസ്റ്റിനെയും നീഡ്സിനെയും വാണ്ട്സിനെയും പ്രിഫറൻസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതായിരുന്നു സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. സോ അതെങ്ങനെ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റിനകത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ വഹിക്കുന്നു എന്ന് ചോദിച്ചാൽ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി,
It enables the firms to create products that are tailored to specific customer requirements. സോ നമ്മൾ സെഗ്മെൻറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ആ സെഗ്മെൻറ്റിനെ ടാർഗറ്റ് ചെയ്ത് നമ്മൾ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ് നടത്തുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ സെഗ്മെൻറ്റിലെ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിൻ്റെ നീഡ്സിനെയും വാൺസിനെയും ടേസ്റ്റിനെയും പ്രിഫറൻസിനെയും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് പ്രോഡക്റ്റുകൾ മാർക്കറ്റിൽ എത്തിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഫേം ടു ക്രിയേറ്റ് പ്രോഡക്റ്റ് ദാറ്റ് ആർ tailored to specific customer requirements. ആ ഗ്രൂപ്പിൻ്റെ റിക്വയർമെൻറ്റ്സിനെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. The next one is a mobile phone company decide to segment its customers into first time users, upgrade customers and loyal users. What type of segmentation is the company applying? അപ്പോൾ ഒരു മൊബൈൽ കമ്പനി അവരുടെ യൂസേഴ്സിനെ ഫസ്റ്റ് ടൈം യൂസേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടും അപ്ഗ്രേഡ് യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ അപ്ഗ്രേഡ് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടും ലോയൽ യൂസേഴ്സ് എന്ന് പറഞ്ഞ് 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, സെഗ്മെൻറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. ഇത് എന്ത് തരം സെഗ്മെൻറ്റേഷൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പർച്ചേസ് ഒക്കേഷൻ ആണോ, ഓപ്ഷൻ ബി ലോയലിറ്റി സ്റ്റാറ്റസ് ആണോ, ഓപ്ഷൻ സി ബെനിഫിറ്റ് സോർട്ട് ആണോ, ഓപ്ഷൻ ഡി യൂസർ സ്റ്റാറ്റസ് ആണോ? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി യൂസർ സ്റ്റാറ്റസ്. യൂസറുടെ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യുവാണ് ചെയ്യുന്നത്. നമ്മളൊരു പ്രോഡക്റ്റ് ആദ്യമായിട്ട് പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇതുവരെ പർച്ചേസ് ചെയ്യാത്ത ഒരു ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സ് ഉണ്ട്. അവരാണ് ഫസ്റ്റ് ടൈം ബയേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആദ്യമായിട്ട് മേടിക്കുന്ന ബയേഴ്സ് ആയിട്ട് മാറുന്നത്. ആ കാറ്റഗറിയുടെ നീഡ്സും വാൺസും ഡിഫറെൻ്റ് ആണ് അപ്ഗ്രേഡ് കസ്റ്റമേഴ്സിൽ നിന്ന്. ഓൾറെഡി നമ്മുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അവർ നമ്മുടെ പ്രോഡക്റ്റിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മുടെ അപ്ഗ്രേഡ് വേർഷനിലോട്ട് അവർ മാറും. അല്ലെങ്കിൽ പുതിയൊരു മോഡൽ നമ്മൾ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം, പുതിയൊരു ഇന്നോവേഷൻ മാർക്കറ്റിൽ കൊണ്ടുവരുമ്പം നിലവിലുള്ള പ്രോഡക്റ്റിൽ നിന്ന് കസ്റ്റമേഴ്സ് അടുത്ത ലെവലിലോട്ട് മാറും. അടുത്ത കാറ്റഗറി ലോയൽ യൂസേഴ്സ് ആണ്. അവരെന്താണ് ഹാർഡ് കോർ അറ്റാച്ച്മെൻ്റ് ഉള്ള, അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിനോട് അത്രമാത്രം അറ്റാച്ച്മെൻ്റ് ഉള്ള ലോയൽ യൂസേഴ്സ് എന്ന് പറഞ്ഞ സ്റ്റാറ്റസ് ഉണ്ട്. അപ്പം കസ്റ്റമേഴ്സിൻ്റെ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മളെന്താണ് യൂസർ സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ദെൻ അപ്പം നമുക്കറിയാം, ഒരു ആപ്പിളിൻ്റെ ഫോണാണെങ്കിൽ ഇതുവരെ മേടിക്കാത്ത ആൾക്കാരുണ്ട്, ഫസ്റ്റ് ടൈം മേടിക്കുന്ന ആൾക്കാരെ നമ്മൾ ഫസ്റ്റ് ടൈം ബയേഴ്സ് എന്ന് വിളിക്കാം. അവർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവലുണ്ട്, അത് നമ്മൾ എന്ത് ചെയ്യണം, മീറ്റ് ചെയ്യണം. ദെൻ അങ്ങനെ എന്താണ് ആ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് സാറ്റിസ്ഫൈ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് തീർച്ചയായിട്ടും അതിൻ്റെ നെക്സ്റ്റ് വേർഷൻ ആയിരിക്കും പിന്നീട് സാറ്റിസ്ഫൈഡ് ആകുന്നത്. അവരെ നമുക്ക് അപ്ഗ്രേഡ് കസ്റ്റമേഴ്സ് എന്ന് വിളിക്കാം. അതുപോലെ എന്താണ് ഈ അപ്ഗ്രേഡ് കസ്റ്റമേഴ്സ് യൂസ് ചെയ്ത് അവർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, അതിൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസിൽ, കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സിലും വാൺസിലും അവർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവർ ലോയൽ യൂസേഴ്സ് ആയിട്ട് മാറും. ഇതിൻ്റെ ഏത് മോഡലുകൾ മാർക്കറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്താലും അത് ട്രൈ ചെയ്യുന്ന ആൾക്കാരായിട്ട് മാറുന്ന ആൾക്കാർ, അല്ലെങ്കിൽ മറ്റ് പ്രോഡക്റ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാതെ അവർ നമ്മുടെ പ്രോഡക്റ്റിൽ തന്നെ നിൽക്കുന്ന ആൾക്കാർ കാണും. അവരാണ് നമ്മൾ യൂസർ സ്റ്റാറ്റസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പം സെഗ്മെൻറ്റേഷൻ്റെ സ്ട്രാറ്റജി ഓപ്ഷൻ ഡി യൂസർ സ്റ്റാറ്റസ്. The next one, which of the following aspect determine the want satisfying capacity of a product? താഴെ കൊടുത്തിരിക്കുന്ന ആസ്പെക്റ്റുകളിൽ ദെൻ വാൺ സാറ്റിസ്ഫൈങ് കപ്പാസിറ്റി, ഒരു പ്രോഡക്റ്റിൻ്റെ വാൺ സാറ്റിസ്ഫൈങ് കപ്പാസിറ്റിയെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടർ ആസ്പെക്റ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഡിസൈറബിലിറ്റി, പർപ്പസ് ആൻഡ് യൂസബിലിറ്റി. ഓപ്ഷൻ ബി അഡ്വർടൈസിങ്, കസ്റ്റമർ സർവീസ് ആൻഡ് മാർക്കറ്റ് റിസർച്ച്. ഓപ്ഷൻ സി നീഡ്, പ്രൊമോഷൻ ആൻഡ് ഡ്യൂറബിലിറ്റി. ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഏതായിരിക്കാം ദെൻ ഒരു പ്രോഡക്റ്റിൻ്റെ വാൺ സാറ്റിസ്ഫൈങ് കപ്പാസിറ്റിയെ ഡിറ്റർമൈൻ ചെയ്യുന്ന ആസ്പെക്റ്റ്? അതായത് കൺസ്യൂമേഴ്സിൻ്റെ വാൺസിനെ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ, അവരുടെ ആഗ്രഹത്തിനെ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ഒരു പ്രോഡക്റ്റിനകത്ത് ഏത് ആസ്പെക്റ്റ് ആയിരിക്കണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ഡിസൈറബിലിറ്റി, പർപ്പസ് ആൻഡ് യൂസബിലിറ്റി. ഒരു കസ്റ്റമറിൻ്റെ വാണ്ടിനെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ കസ്റ്റമർ ആ പ്രോഡക്റ്റിൽ ഹൈലി ഡിസൈറബിൾ ആണോ, അവർക്ക് അത്രമാത്രം എന്താണ് ഡിസൈറുള്ള, ആഗ്രഹമുള്ള ഒരു പ്രോഡക്റ്റ് ആണോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അടുത്ത എന്താണ് നോക്കേണ്ടത്, അതിൻ്റെ പർപ്പസ്. ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്താൽ കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സിനെ അല്ല അവരുടെ പർപ്പസിനെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമോ? അടുത്തത് നോക്കേണ്ടത് അതിൻ്റെ യൂസബിലിറ്റി, ഇത് അവർക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പം നമ്മുടെ എന്താണ് സെഗ്മെൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അല്ല നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിൻ്റെ നമ്മുടെ പ്രോഡക്റ്റിൽ ഡിസൈറബിലിറ്റി ഉണ്ടോ, അതിന് പർപ്പസ് ഉണ്ടോ അത് മേടിക്കുന്നത് കൊണ്ട്, അതുകൊണ്ട് അവർക്ക് യൂസേജ് ഉണ്ടോ എന്നുള്ളതിനെ ബേസ് ചെയ്തായിരിക്കും അവരുടെ വാൺസിനെ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ഡിസൈഡ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ എ ഈസ് റൈറ്റ് ആൻസർ. The next one, which of the following is not a classification of consumer product? കൺസ്യൂമർ പ്രോഡക്റ്റിൻ്റെ
എക്സാമ്പിൾ അല്ലെ ക്ലാസിഫിക്കേഷൻ അല്ലാത്തതുള്ളത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ് അഥവാ FMCG, ഓപ്ഷൻ ബി വൈറ്റ് ഗുഡ്സ്, ഓപ്ഷൻ സി ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ്, ഓപ്ഷൻ ഡി കൺവീനിയൻസ് പ്രോഡക്റ്റ്. ഓക്കെ, 4 ഓപ്ഷൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ്. ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കുന്ന എല്ലാ ദിവസവും നമുക്ക് ആവശ്യമുള്ള ഗുഡ്സുകളൊക്കെ FMCGയിൽ വരുന്ന ഐറ്റംസ് ആണ്. ഫുഡ് ഐറ്റംസ് വരാം, അല്ലെങ്കിൽ സോപ്പ്, പേസ്റ്റ് തുടങ്ങിയുള്ള എല്ലാ ഐറ്റംസും അതിൽ വരുന്നതാണ്. അതുപോലെ വൈറ്റ് ഗുഡ്സ് എടുത്തു കഴിഞ്ഞാൽ അത് നോർമലി എന്താണ് ഇലക്ട്രോണിക് ഗുഡ്സുകളാണ്. ഹെവി നമ്മൾ ഉപയോഗിക്കുന്ന ഫ്രിഡ്ജ് അല്ലെങ്കിൽ വാഷിംഗ് മെഷീനൊക്കെ പോലുള്ള ഇലക്ട്രോണിക് ഗുഡ്സുകളാണ് വൈറ്റ് ഗുഡ്സിൽ വരുന്നത്. അതും കൺസ്യൂമർ പ്രോഡക്റ്റ് ആണ്. കൺവീനിയൻസ് പ്രോഡക്റ്റ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിനെ കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ പ്രോഡക്റ്റുകളും കൺവീനിയൻസ് പ്രോഡക്റ്റുകളാണ്. അതും എന്താണ് നമ്മുടെ കൺസ്യൂമറുടെ പ്രോഡക്റ്റ് ആയിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം ഓപ്ഷൻ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ സി ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ് ആണ്. സോ അത് ആരെയാണ് ഫോക്കസ് ചെയ്യുന്നത്? ഹെവി മാനുഫാക്ചേഴ്സിനെ അല്ലെങ്കിൽ ബിസിനസ്സുകാരെ ഫോക്കസ് ചെയ്യുന്നതാണ്. അത് ഒരു ഇൻഡിവിജ്വൽ കസ്റ്റമേഴ്സിനെ കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് അല്ല എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻ സി ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ്. The next one, which of the following is not a primary function of retailing? റീറ്റെയിലിങ്ങിൻ്റെ പ്രൈമറി ഫംഗ്ഷൻ അല്ലാത്തത് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സെർച്ചിങ്, ഓപ്ഷൻ ബി പ്രൈസിങ്, ഓപ്ഷൻ സി ബ്രേക്കിംഗ് ബൾക്ക്, ഓപ്ഷൻ ഡി അഡ്വർടൈസ്മെൻറ്റ്. റീറ്റെയിലിങ്ങിൻ്റെ പ്രൈമറി ഫംഗ്ഷൻ അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് ആൻസർ ഈസ് ഡി അഡ്വർടൈസിങ്. റീറ്റെയിലിങ്ങിനകത്ത് എന്തുണ്ട്? സെർച്ചിങ് ഉണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള ബെറ്റർ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ സെർച്ച് ചെയ്ത് നമ്മൾ പല സോഴ്സിൽ നിന്ന് കൊണ്ടുവരിക, അതിന് പ്രൈസ് ഈടാക്കുക, ദെൻ അത് ബൾക്കായിട്ട് വരുന്ന പ്രോഡക്റ്റുകളെ നമ്മൾ എന്താണ് ബൾക്ക് ബ്രേക്ക് ചെയ്ത് ഇൻഡിവിജ്വൽ യൂണിറ്റുകളാക്കി മാറ്റുക. ഇതൊക്കെ എന്താണ് റീറ്റെയിലിങ്ങിൻ്റെ പ്രൈമറി ഫംഗ്ഷനാണ്, അല്ലെങ്കിൽ റീറ്റെയിൽ ബിസിനസ്സുകാരുടെ പ്രൈമറി ഫംഗ്ഷനാണ്. അതിൽ ഉൾപ്പെടുത്താത്തത് ഓപ്ഷൻ ഡി അഡ്വർടൈസിങ് ആണ്. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ ഡിസ്കസ് ചെയ്തു. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ 4 ഇയർ UG പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റായിട്ട് അറിയിക്കുക. സംശയമുണ്ടെങ്കിലും തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.